ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട പെർമനൻറ്റ് രജിസ്ട്രേഷൻ്റെ കാലാവധി നീട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണിത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ബെലൈക്കൺ കൂടി ഇനേബിൾ ആക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോ അതത് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 2018 കേരള ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻസ് ആക്ട് പ്രകാരം പെർമനൻറ്റ് രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷക്കാലമായിരുന്നു. എന്നാൽ ഇപ്പോൾ പെർമനൻറ്റ് രജിസ്ട്രേഷൻ്റെ കാലാവധി 3 വർഷം എന്നുള്ളത് 5 വർഷമായിട്ട് നീട്ടിയിട്ടുണ്ട്. 15 കേരള നിയമസഭയുടെ 12th സെക്ഷനിൽ കേരള ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻസ് ഭേദഗതി ആക്ട് 2024 ഭേദഗതി ആക്ട് പാസ്സാക്കിയിട്ടുള്ളതാണ്. ആ ഭേദഗതി ആക്ടിൽ 6ാമത്തെ പോയിൻറ്റ്സ് ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. 2018 കേരള ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ രജിസ്ട്രേഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ 20ാമത്തെ ഖണ്ഡിക അതാണ് അമെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ 3 എന്നുള്ളത് 5 വർഷമായിട്ട് ഭേദഗതി ചെയ്തിട്ടുള്ളത്. പെർമനൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളവർക്ക് 3 വർഷമായിട്ട് കിട്ടിയിട്ടുള്ളവർക്ക് അവരുടെ പ്രൊഫൈൽ തന്നെ ലോഗിൻ ചെയ്തതിന് ശേഷം പെർമനൻറ്റ് രജിസ്ട്രേഷനിൽ അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻ എടുക്കുക, അതിൽ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ 3 വർഷം എന്നുള്ളത് 5 വർഷമായിട്ടുള്ള പുതിയ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.